إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله റഹ്മാനായ റബ്ബിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വഫ് ഒന്ന് കുറച്ചുകൂടി നിങ്ങൾ ക്രമീകരിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല, ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒന്നുകൂടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, ശരിയായ രൂപത്തിലൊന്ന് സ്വഫ് ക്രമീകരിച്ചാൽ ഇനിയും ഒരു 2 സ്വഫ് കൂടി പള്ളിയിലിരിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 2/3 ഭാഗം പൂർത്തീകരിച്ച്
ഇൻഷാ അല്ലാഹ് അവസാന 10 നമ്മൾ പ്രവേശിക്കുകയാണ്. റമദാനിലെ ഏറ്റവും അമൂല്യമായ ദിനങ്ങളാണ് അവസാനത്തെ 10 ദിനങ്ങൾ. നോമ്പ് കാലത്തിലെ ആദ്യ ദിനങ്ങളിൽ നമസ്കാരവും ഖുർആൻ പാരായണവും മറ്റ് സൽക്കർമ്മങ്ങളുമെല്ലാമായി വളരെ സജീവമായി ഉഷാറായി അവസാന 10 ക്ഷീണിച്ച് തളർന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ പിന്നോക്കം പോകുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. പക്ഷെ ബുദ്ധിമാനായ വിശ്വാസി ആദ്യത്തെ 20 ദിവസങ്ങളിൽ വേണ്ട രീതിയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിത തിരക്ക് മൂലമോ ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ മൂലമോ 20 ദിവസത്തെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ട് അവസാന 10 ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിയുള്ള വിശ്വാസികൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ജീവിത മാതൃക. ആ പ്രവാചകന്റെ ജീവിതം പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാണ് പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗത്തിലെത്തേണ്ടത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബത്ത് പറയുകയാണ്, ഒരു വർഷത്തിലെ മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിരുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. ആ അധ്വാനം ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനമല്ല, മറിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു. ആ റമദാൻ മാസത്തിൽ തന്നെ അവസാനത്തെ 10 കൂടുതലായി അധ്വാനിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. ഹദീസിൽ കാണാം, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത അത്രയും കഠിന പരിശ്രമം പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 നടത്താറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്കള അഹ്ലഹു. അവസാനത്തെ 10 പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരമുണ്ട് മുറുക്കി ഉടുക്കുകയും രാവിനെ ജീവിപ്പിക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവസാനത്തെ 10 എത്തിയാൽ 3 കാര്യങ്ങൾ. ഒന്ന്, മുണ്ട് മുറുക്കി ഉടുക്കും. ആ മുണ്ട് മുറുക്കി ഉടുക്കും എന്നതുകൊണ്ടുള്ള വിവക്ഷ പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുണ്ട് മുറുക്കി ഉടുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിക്കാനായി, കൂടുതൽ അധ്വാനിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറെടുക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അരമുണ്ട് മുറുക്കി ഉടുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ട് പള്ളിയിൽ കൂടുതലായി ആരാധനകൾ മുഴുകുമായിരുന്നു. അതാണ് അത് ഭാര്യമാരിൽ നിന്ന് അകന്നുകൊണ്ട് അള്ളാഹുവുമായി കൂടുതൽ അടുക്കുമായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി പറഞ്ഞത് വഅഹ്യാ ലൈലഹു, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 രാവുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ രാത്രി സജീവമായിരുന്നു, ആരാധനകൾ മുഴുകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം, രാത്രി നമസ്കാരം, ദിക്ർ, ദുആ, ഇസ്തിഗ്ഫാർ, തൗബ, മറ്റ് സൽക്കർമ്മങ്ങൾ കൊണ്ട് രാത്രിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സജീവമാക്കുമായിരുന്നു.
മൂന്നാമതായി പറഞ്ഞത് വഅയ്കല അഹ്ലഹു, സ്വന്തത്തെ മാത്രമല്ല ശ്രദ്ധിച്ചിരുന്നത്, മറിച്ച് അവസാനത്തെ 10 എല്ലാ പുണ്യങ്ങളും തൻ്റെ കുടുംബത്തിനും കിട്ടണമെന്നുള്ള താല്പര്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ 10. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളും ആ മാതൃക പിൻപറ്റിക്കൊണ്ട് എൻ്റെ അവസാനത്തെ 10 എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. അവസാനത്തെ 10 എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. എല്ലാ നിലയിലും അള്ളാഹുമായി കൂടുതൽ അടുക്കാനും പള്ളിയുമായി കൂടുതൽ ബന്ധപ്പെടാനുമുള്ള ഒരു പ്രത്യേകമായ ശ്രദ്ധ ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം. അതുകൊണ്ട് തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, അവസാനം ചെയ്യുന്നതിലേക്കാണ് അള്ളാഹു കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് റമദാൻ മാസം അവസാനിച്ചു പോകുമ്പോൾ നഷ്ടബോധം തോന്നുന്ന ചില ആളുകളുണ്ടാവും. അങ്ങനെ ഉണ്ടാവും, നമുക്കൊക്കെ മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രത്യേകമായി ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖസിയിദ് ദുനിയ വഅദാബിൽ ആഖിറ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, എൻ്റെ സകല കാര്യങ്ങളിലെയും ഞങ്ങളുടെ സകല കാര്യങ്ങളിലെയും പര്യവസാനം അല്ലാഹുവേ നീ നന്നാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സകല കാര്യങ്ങളുടെയും പര്യവസാനം, അവസാനം നീ അല്ലാഹുവേ നന്നാക്കി തരണമേ. വഅജിർനാ മിൻ ഖസിയിദ് ദുനിയ, ഭൗതിക ലോകത്തിലെ നിന്ദ്യതയിൽ നിന്നും, വഅദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥന പഠിച്ച് നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം നന്നാക്കി തരാനും അതേപോലെ ദുനിയാവിൻ്റെ നിന്ദ്യതയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണത്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഒരു ഹദീസുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൻ്റെ ഒരു ഭാഗം ഇതാണ്: വഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ, നിശ്ചയമായും കർമ്മങ്ങൾ അതിൻ്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്. കുറേ ചെയ്തു എന്നതുകൊണ്ടല്ല കാര്യം, അതിൻ്റെ അവസാനമാണ് നോക്കുന്നത്. നന്നാക്കി ചെയ്തിട്ട് അവസാനം എല്ലാം കൂടെ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആദ്യമൊക്കെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാലും അവസാന സമയത്ത് ഏറ്റവും നന്നാക്കി ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്രിയമുള്ളവരെ, അവസാനത്തെ 10 എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഅ്തികാഫ് തന്നെയാണ്. എന്താ ഇഅ്തികാഫ്? അള്ളാഹുവുമായി അടുക്കണം, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരാധനയ്ക്കു മാത്രമായി പള്ളികളിൽ ഒഴിഞ്ഞിരിക്കുന്നതാണ്, ഭജനമിരിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 മണിക്കൂറിൽ കൂടുതൽ സമയമാണ്. അതുകൊണ്ട് അവസാനത്തെ 10 പകലും രാത്രിയുമായി സാധിക്കുന്ന ആളുകൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കേണ്ടതുണ്ട്. ഹദീസിൽ കാണാം, കാന യഅ്തകിഫുൽ അശ്റുൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف അസ്വാജുഹു മിൻ ബഅദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയനുസരിച്ച് പിടിക്കുന്നത് വരെയും അവസാനം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅക്കദായിട്ടുള്ള പ്രബലമായ ഒരു സുന്നത്താണ് ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല. രാത്രിയും പകലുമായി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ കഴിയുന്ന ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചിലർക്കോ രാത്രി മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? രാത്രി മാത്രമായി ഇഅ്തികാഫ് ഇരിക്കണം. എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് ആ സമയം അത്രയും നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കേണ്ടതുണ്ട്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മഹുല്ലാ
അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം സാദുൽ മആദിൽ പറയുന്നുണ്ട് എന്താണ് ഇഅ്തികാഫ് എന്നത്. അദ്ദേഹം പറയുകയാണ്, ഇഅ്തികാഫിൻ്റെ ചൈതന്യം, അതിൻ്റെ റൂഹ്, അതിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ അള്ളാഹുവുമായി ഹൃദയത്തെ വിട്ടുപോകാതെ ബന്ധിപ്പിക്കലാണ്. ഇപ്പോൾ ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുന്നത് എന്തിനാ? അള്ളാഹുവുമായിട്ടുള്ള അവൻ്റെ ഹൃദയബന്ധം അത് വിട്ടുപോകാതെ അത് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇഅ്തികാഫ് ഇരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഹൃദയത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിക്കലാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ചിന്തകൾ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, അതെല്ലാം അള്ളാഹുവും ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരുമിപ്പിക്കലാണ്. മൂന്നാമതായി അദ്ദേഹം പറയുന്ന അള്ളാഹുവുമായി ഒറ്റയ്ക്കാവലാണ്. നാലാമതായി അദ്ദേഹം പറയുന്ന സൃഷ്ടികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് ബന്ധം മുറിക്കലാണ്. അടുത്തതായി അദ്ദേഹം പറയുന്ന അള്ളാഹുവുമായിട്ടുള്ള ആരാധനയിൽ മുഴുകനാണ്. അടുത്തതായി അദ്ദേഹം പറയുന്നത് നാളെ പരലോകത്ത് ആരും സഹായത്തിനില്ലാത്ത ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. ഭാര്യ ഭർത്താവിൽ നിന്ന് അകന്നു പോകുന്ന, ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകന്നു പോകുന്ന, സഹോദരങ്ങൾ അകന്നു പോകുന്ന, ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അകന്നു പോകുന്ന, എല്ലാവരും അവരുടെ സ്വന്തം കാര്യത്തിൽ മാത്രമായി ശ്രദ്ധിക്കുന്ന ഒരു ദിവസം പരലോകത്ത് വരാനുണ്ട്. ആ ദിവസത്തിൽ ഒരു അടിമയ്ക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് എന്ന ആരാധനയ്ക്ക് വേണ്ടി അവരിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ഞാൻ റബ്ബുമായി അടുക്കാൻ, ഞാൻ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടിയാണ് ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുന്നത്. ആ ഇഅ്തികാഫിന് തയ്യാറാകേണ്ടതുണ്ട്. എത്ര സമയമാണോ നമുക്ക് സാധിക്കുന്നത് അത്രയും സമയം നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണം. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. നമ്മൾ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് അവിടെ ഖിയാമുൽ ലൈൽ നമസ്കാരമുണ്ട്, അതിൽ നമ്മൾ പങ്കെടുത്ത് സുദീർഘമായി നിന്ന് നമസ്കരിക്കണം. ഒരുപാട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഒരുപാട് നമ്മുടെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ ഓരോന്നായി എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ തെറ്റിലേക്ക് ഇനി ഒരു മടക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദിക്റുകൾ, മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെ ഇരിക്കുന്നതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അല്ലാതെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിൻ്റെ പേരിൽ വരികയും ആ ഇരിക്കുന്നവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീട് ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് പള്ളിയുടെ പുറത്ത് പോയി സുദീർഘമായി ഭൗതിക കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന അങ്ങനൊരു അവസ്ഥയല്ല. അത്യാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, പക്ഷേ ആത്മീയമായി ഇബാദത്തിന് വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞിരിക്കലാണ് പ്രിയമുള്ള സഹോദരന്മാരെ അവസാനത്തെ പത്തിൽ നിർവഹിക്കുന്ന ഇഅ്തികാഫ് എന്നത്. അപ്പോൾ ആ നിയ്യത്തോടുകൂടി പരമാവധി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുവാൻ വേണ്ടി പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ജമാഅത്തുകൾ നടക്കുന്ന പള്ളികളിലാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ ഒരു നാട്ടിൽ അങ്ങനൊരു സംവിധാനമില്ല, എന്നാൽ 5 നേരം നമസ്കരിക്കുന്ന പള്ളിയാണ് ഉള്ളത് എങ്കിൽ അവിടെ ഇഅ്തികാഫ് ഇരിക്കാം, അത് അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് ജുമാ ജമാഅത്തുകൾ നടക്കുന്ന പള്ളിയിലാണ്. കാരണം ജുമാ നമസ്കാരത്തിന് വേണ്ടി പുറത്തു പോകേണ്ടതില്ല. എന്നാൽ അത്യാവശ്യമായി ഭക്ഷണം ലഭ്യമല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് പുറത്തു പോവുകയും ചെയ്യാം. അതേപോലെ തന്നെ മലമൂത്ര വിസർജന മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാം. ചില ആളുകൾ ഇഅ്തികാഫ് ഇരിക്കാൻ മടിക്കുന്നത് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കുളിക്കാൻ കഴിയില്ല, വസ്ത്രം മാറ്റാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു ചിന്താ രീതിയുണ്ട്. ഒരിക്കലും അത് പാടില്ല. അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അവസാനത്തെ 10 ഏറ്റവും നമ്മൾ സജീവമാക്കേണ്ടത് ഇഅ്തികാഫ് ഇരുന്നു കൊണ്ടാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ 2 വാക്കുകളാണ് കൂടിച്ചേർന്നത്. ഒന്ന് ലൈല്, രാത്രി, 2 ഖദർ, നിർണയം, വിധി. നോക്കൂ, ഖദറിലുള്ള വിശ്വാസം നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. നന്മ തിന്മകൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്നത് നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് പ്രിയമുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ അടുത്ത 1 വർഷക്കാലത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു രാവാണത്. അതുകൊണ്ട് ആ രാവിൽ സജീവതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ലൈലത്തുൽ ഖദറിനെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ സാധിക്കാത്ത ആളുകളുണ്ടാവും, രോഗികളായിട്ടുള്ള മറ്റ് ആളുകൾ മറ്റ് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർ വീട്ടിലെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ചത് ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആനിനെ നാം നിർണയത്തിന്റെ രാവിലാണ് ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നബിയേ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് താങ്കൾക്കറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമുള്ള ഒരു രാവാണ് അത്. തനസ്സലുൽ മലായികതു വറൂഹ്. വാനലോകത്ത് നിന്ന് മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങുന്നു. തനസ്സുലുൽ മലായികതു വറൂഹ് ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം വാനലോകത്ത് നിന്ന് മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങുന്നു. അത് പ്രഭാത ഉദയം വരെ കാണുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ആ സൂറത്തിൽ വിവരിച്ചു തരുന്നത്. പ്രിയമുള്ള ആ സഹോദരന്മാരെ, ആ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന രാവിൽ നമ്മൾ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് സജീവമായി ഇരിക്കേണ്ടതായിട്ടുണ്ട്. ആ രൂപത്തിൽ ധാരാളം ഖുർആൻ പാരായണങ്ങളുമായി അവസാനത്തെ 10 നമ്മൾ സജീവമാക്കണം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോ സഹോദരങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാനത്തെ 10 രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നമ്മൾ സജീവമാക്കണമെന്നാണ് മനസ്സിലാക്കിയത്. സാധിക്കുന്ന ആളുകൾ പള്ളിയിൽ കഴിയുന്ന സമയമത്രയും ഇഅ്തികാഫിരിക്കുകയും ആരാധനയിൽ മുഴുകുകയും പടച്ച റബ്ബുമായി കൂടുതൽ അടുക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഖുത്ബയിൽ സക്കാത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്നത്. അത് റമദാൻ മാസത്തിലുള്ളതാണ് എന്ന് അല്പം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല. എപ്പോഴാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതതിൻ്റെ നിസാബ് എത്തുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു ഹൗലൊരു വർഷം പൂർത്തിയാകുമ്പോൾ, സമ്പത്ത് തൻ്റെ കയ്യിൽ കിട്ടി 1 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഹൗലായി. പിന്നെ അതിലൊരു നിസാബ് നിർണയിച്ചിട്ടുണ്ട്. 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ അത്രയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കറൻസി ആയിട്ടുണ്ടെങ്കിൽ, സ്വർണമായിട്ടുണ്ടെങ്കിൽ, കച്ചവട സാധനങ്ങളായിട്ടുണ്ടെങ്കിൽ, കൃഷി വിഭവങ്ങളായിട്ടുണ്ടെങ്കിൽ, കാലികളായിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെപ്പോഴാണോ തികയുന്നത്, അത് റമദാനിന് 2 മാസം മുമ്പാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമെന്ന നിലയിൽ അതിനെ റമദാൻ മാസം തിരഞ്ഞെടുത്താൽ അതിൽ കുറ്റമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സക്കാത്ത് നൽകുന്ന വിഷയത്തിൽ ഒരു ശ്രദ്ധക്കുറവുണ്ട്. അറിവില്ലായ്മ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അത് സമ്പന്നരായിട്ടുള്ള ആളുകൾ കൊടുക്കേണ്ടതാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ചിലരെങ്കിലും അത് കൊടുത്താൽ എൻ്റെ സമ്പത്തിൽ കുറവ് വരുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാകണമെങ്കിൽ, ശുദ്ധിയാകണമെങ്കിൽ, നമ്മുടെ സമ്പത്തിൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം ഉള്ള സമ്പത്ത് നമുക്കുണ്ട് എങ്കിൽ അതിൻ്റെ 2.5% നമുക്കുള്ളതല്ല എന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ്. ആ സമ്പത്ത് നൽകിയ അള്ളാഹുവാണ് ആ വ്യവസ്ഥ വെച്ചത്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള 8 വിഭാഗം ആളുകളെ സൂറത്ത് തൗബയുടെ 6-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹ് വബിനിസ് സബീൽ. ഇങ്ങനെ 8 വിഭാഗം ആളുകൾ. ഫഖീർ, മിസ്കീൻ, അതേപോലെ തന്നെ സക്കാത്തിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ,
അതിൻ്റെ ശേഖരണത്തിനും വിതരണത്തിനും വേണ്ടി, അതേപോലെ ഹൃദയം കൊണ്ട് ഇസ്ലാമുമായി കൂട്ടിയിണക്കിയവർ, അടിമകളുടെ മോചനം, അതേപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, അതേപോലെ വഴിയാത്രക്കാർ, ഈ 8 വിഭാഗം ആളുകളാണ്. ഇവർക്കുള്ളതാണ് ആ 2.5%. അത് നമ്മൾ അപഹരിച്ചു വച്ചിരിക്കുന്നത് പോലെയാകും. മറ്റുള്ളവൻ്റെ ഹക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെയാണ് റബ്ബ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കാം, നമുക്ക് നല്ല ഒരു സാമ്പത്തിക അവസ്ഥ ഉള്ളപ്പോൾ കൊടുക്കാം എന്നുള്ളതല്ല. ഈ ഒരു നിസാബ് പരിധി, അത് 595 ഗ്രാം വെള്ളിയുടേതാണ്. ആ പരിധി അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ പരിധിക്കപ്പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുത്തേ മതിയാവുകയുള്ളൂ. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിൽ കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വ്യവസ്ഥാപിതമായി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു സക്കാത്ത് സെല്ല് ഈ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ഒരു വർഷത്തിൽ ശേഖരിക്കുകയും ഈ 8 വിഭാഗത്തിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ പരിശോധന നടത്തി അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെയോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയോ സക്കാത്തിൻ്റെ വിഹിതം, അതിപ്പോൾ ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ ആർക്കെങ്കിലും കൊടുത്ത് പോകുമ്പോൾ അതുകൊണ്ട് ഒരു ആവശ്യ നിർവഹണം നടക്കുകയില്ല. ഒരു സംഘടിതമാകുമ്പോൾ ഒരു വലിയ എമൗണ്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു തൊഴിൽ തുടങ്ങാനോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഗുണപരമായി പ്രയോജനപ്പെടും. അപ്പോൾ ആ നിലയിൽ സംഘടിതമായ സക്കാത്ത് സെല്ലുമായി നിങ്ങൾ ബന്ധപ്പെടുകയും നിങ്ങളുടെ പരിചയത്തിലുള്ളവരുടെ ബന്ധുക്കളുടെ ഇത്തരത്തിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്നവർ അവരുടെ പണം നിങ്ങൾ ശേഖരിച്ചും ഇവിടെ ഓഫീസിൽ നൽകാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പിന്നീട് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം. കുടുംബനാഥനാണ് അതിൻ്റെ ബാധ്യത. ഓരോ അംഗങ്ങൾക്കും കണക്കാക്കി ഫിത്ർ സക്കാത്ത് നൽകണം. ഇൻഷാ അല്ലാഹ് പിന്നീട് അതിൻ്റെ എമൗണ്ടും മറ്റ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. അതിനുവേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സക്കാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തൻ ലിൽ മസാകിൻ. നോമ്പുകാരൻ്റെ ചെറുദോഷങ്ങൾക്കുള്ള ശുദ്ധീകരണമായും സാധുക്കൾക്കുള്ള ഭക്ഷണമായും സക്കാത്തുൽ ഫിത്റിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം നോമ്പുകാരൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ, ദോഷങ്ങൾക്കുള്ള പരിഹാരവും അതിൻ്റെ ശുദ്ധീകരണമായും ഒപ്പം സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമായിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റിനെ പഠിപ്പിച്ചു തന്നത്. ആ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കേണ്ട ആളുകൾ, അത് ഏറ്റുവാങ്ങേണ്ടവരും ആരാണ്? സക്കാത്തിൽ പറഞ്ഞ 8 വിഭാഗം ആളുകളാണ് എന്നത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിൽ പരിശുദ്ധ ദീനിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയുള്ള റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തുന്നു. അതോടൊപ്പം നമ്മൾ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ മക്കളുടെ വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരുമുണ്ടാകും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളുണ്ട്. വസ്ത്രമെടുക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പെരുന്നാളിന് 10 ദിവസം ഇനിയും ഉണ്ടെങ്കിലും ഉള്ളുകൊണ്ട് പടയുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ടാകും. അതിൽ പിതാവില്ലാത്തവരുണ്ടാകും, മാതാവില്ലാത്തവരുണ്ടാകും, രണ്ടുമില്ലാത്തവരുണ്ടാകും. ഇവരൊക്കെ നമ്മുടെ അയൽവാസിയായി നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ സന്തോഷിപ്പിക്കാതെ, അവരെ ചിരിപ്പിക്കാതെ എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം മക്കൾക്ക് വസ്ത്രം വാങ്ങി നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ വാനലോകത്തുള്ള അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരണമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ പരിഗണിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ 2 രീതിയിൽ പ്രവർത്തിക്കണം. ഒരു വിഭാഗം ആളുകൾ ഈദ് കിസ്വയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈദ് കിസ്വ, പെരുന്നാൾ വസ്ത്രം. 1300 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 1, 2, 3 സാധിക്കുന്നവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് പുറത്തു നിൽക്കും. അവരൊക്കെ ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമായി നമ്മൾ കാണണം. അവർക്ക് നൽകണം, അവർക്ക് ഓഫർ കൊടുക്കണം. ഇല്ല, ഞാനും ഇന്ന ആളും കൂടെ ചേർന്ന് ഒരെണ്ണം, അല്ലെങ്കിൽ 4 പേര് ചേർന്ന് ഒരെണ്ണം എന്ന രൂപത്തിൽ കൂടുതലായി ഇത്തവണ നമുക്ക് ഈദ് കിസ്വ ശേഖരിക്കാൻ കഴിയണം. ശേഖരിക്കുക എന്നത് മാത്രമല്ല, അർഹരായ കൈകളിലേക്ക് അതെത്തിക്കാൻ മറ്റൊരു വിഭാഗം ഫീൽഡിൽ
പരിശോധന നടത്തണം. വാഹനമെടുത്ത് ഉൾനാടുകളിൽ പോകണം, പ്രദേശങ്ങളിൽ പോകണം, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പോകണം. അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തണം. എൻ്റെ ബന്ധുവിനോ എൻ്റെ പരിചയത്തിലുള്ളവനോടോ നമ്മുടെ പള്ളിയിൽ വരുന്നവനോടോ ഞാനുമായി സഹകരിക്കുന്നവനോ കൊണ്ട് കൊടുത്ത് ഞാൻ വലിയൊരു ദാനധർമ്മിയാണെന്നും അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ നൽകുന്ന ടീമുകൾ ഇതിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണെന്നൊന്നും കാണിക്കാൻ വേണ്ടിയാവരുത്. മറിച്ച് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടണം. അർഹരായിട്ടുള്ള ആളുകൾ കിട്ടണം. അർഹരായിട്ടുള്ള ഒരാളുള്ളപ്പോൾ ഞാൻ അതിനെ മറച്ചു വെച്ച് അനർഹരായിട്ടുള്ള ആളുകൾക്ക് അത് വാങ്ങിക്കൊടുത്താൽ തരുന്നവൻ്റെ ബാധ്യത തരുമ്പോൾ തീരും, പുണ്യം അവരുടെ രേഖയിൽ രേഖപ്പെടുത്തും. പക്ഷേ അത് സ്വീകരിക്കുന്ന അതിന് വിതരണത്തിന് വേണ്ടി സ്വയം തയ്യാറായവർ, ആ അമാനത്ത് ഏറ്റെടുത്തവർ, അവർ നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. അത് അവർക്ക് നദാമ, ഖേദത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് രണ്ടിനും ആളുകൾ ഉണ്ടാകണം, ശേഖരിക്കണം. ധാരാളമായി ആളുകളെ കണ്ട് പണം ശേഖരിച്ച് അർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദുസ്സഹമാണ്. 2, 3, 4 മക്കളുമൊക്കെ ഉള്ളവർക്ക് ഡ്രസ്സ് എടുക്കുന്ന അവർ പെരുന്നാളാകുമ്പോൾ അവർക്ക് സന്തോഷമല്ല, കണ്ണ് നിറയുകയാണ്. ഇപ്പോഴേ കടം വാങ്ങാനും പലിശയ്ക്ക് പൈസ എടുക്കാനും ഒക്കെ ആളുകൾ തയ്യാറായി വരും. കാരണം എന്താ, മക്കളല്ലേ, നമുക്ക് അവരോട് സ്നേഹം, നമ്മുടെ മക്കളോട് സ്നേഹമുള്ളതുപോലെ അവർക്കും അവരുടെ മക്കളോട് സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരതിന് തയ്യാറാകുന്നതിന് മുമ്പ് പ്രിയമുള്ള സഹോദരന്മാരെ, പെരുന്നാളിൻ്റെ തലേ ദിവസമല്ല ഇത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ തലയ്ക്കും തലേ ദിവസമല്ല ഇത് കൊടുക്കേണ്ടത്. ദിവസങ്ങൾക്ക് മുമ്പേ അവർക്ക് വിവരമെത്തിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കൾക്കുള്ള വസ്ത്രം ഞങ്ങൾ വാങ്ങിത്തരും, നിങ്ങൾ അതിനു വേണ്ടി പ്രയാസപ്പെടേണ്ട എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആ ലിസ്റ്റ് നമ്മുടെ ഓഫീസിൽ ഏൽപ്പിച്ച് അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് വിതരണം ചെയ്യണം. ഒപ്പം നൽകാൻ കഴിയുന്നവർ, നമ്മൾ 2, 3 വസ്ത്രമൊക്കെ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന, അതൊക്കെ 1 ജോഡിയോ 2 ജോഡിയോ ആക്കി അതിൻ്റെ 1 ജോഡി നമ്മൾ വാങ്ങിക്കൊടുക്കുക. അള്ളാഹു പരീക്ഷിക്കപ്പെട്ട ആളുകളാണവർ. ആ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും കടന്നു വരാം. ഒരു അപകടം സംഭവിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടു പോയാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം നിലച്ചു പോകും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരസഹായം കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, മരുന്നിൻ്റെ മണം മാത്രം ആസ്വദിച്ച് കിടക്കുന്ന ഏതെങ്കിലും ഒരു റൂമിൽ കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു പോയാൽ പിന്നെ എന്താ അവസ്ഥ? നമ്മുടെ മക്കൾക്കും ആരെങ്കിലും ഇതേപോലെ കൊണ്ടുതരേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെയുള്ള സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അവസാനത്തെ 10 കഴിയുന്ന സമയമത്രയും നിൻ്റെ പള്ളിയിൽ അള്ളാഹുവെ നീയുമായി ബന്ധപ്പെടാൻ വേണ്ടി, അടുക്കാൻ വേണ്ടി, ഒറ്റയ്ക്കിരിക്കാനും ഇബാദത്തിൽ മുഴുകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവെ. ആഫിയത്ത് നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവെ. അറിഞ്ഞും അറിയാതെയുമായി തെറ്റുകുറ്റങ്ങൾ, കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നീ ഗഫൂറാണ്, ഗഫാറാണ് അള്ളാഹുവെ. നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണമേ അള്ളാഹുവെ. കുറ്റമറ്റ ഹൃദയവുമായി നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവെ. വിശ്വാസിയായതിൻ്റെ പേരിൽ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ വ്രതത്തിൻ്റെ ദിനങ്ങളിൽ പോലും തൻ്റെ മുന്നിലേക്ക് വീഴുന്ന മിസൈലുകളും ബോംബുകളും ഭയന്നുകൊണ്ട് രാത്രി ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന ഞങ്ങളുടെ വിശ്വാസി സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ. അവരുടെ പ്രയാസങ്ങൾക്ക് നീ മോചനം നൽകണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.